ഒരു കൊച്ചു മിടുക്കിയുടെ വിശേഷങ്ങളാണ്. തൻ്റെ തലമുറയ്ക്കും വരുന്ന തലമുറയ്ക്കും തളരൊരുക്കാനുള്ള ഒരു കൊച്ചു പെൺകുട്ടിയുടെ പരിശ്രമത്തെക്കുറിച്ചുള്ള നല്ല വാർത്തയാണ് ഇനി നമുക്ക് കാണാനുള്ളത്. പ്രകൃതിയെ ചൂഷണം ചെയ്ത് വനങ്ങളും മരങ്ങളും വെട്ടി നശിപ്പിക്കുന്ന കാലത്താണ് കോഴിക്കോട് വെങ്ങേരി സ്വദേശിയായ ദേവികയുടെ അനുകരണീയമായ ഈ മാതൃക. പാതയോരങ്ങളിൽ 500ഓളം വൃക്ഷത്തൈകളാണ് ഈ 3ാം ക്ലാസ്സുകാരി ഇതുവരെ വച്ചുപിടിപ്പിച്ചത്. നമ്മുടെ പത്മശ്രീ നേടിയ സാലുമരത തിമ്മക്കയുടെ കാര്യം ഓർത്തു പോവുകയാണ് അല്ലേ. എന്തായാലും ദേവികയും ഈ പറഞ്ഞതുപോലെയാണ്. ദേവികയുടെ തലമുറയിലെ കൊച്ചു കൂട്ടുകാർക്കും ഒപ്പം തന്നെ വരുന്ന തലമുറയ്ക്ക് മാതൃകയാകട്ടെ എന്ന് തന്നെ ആശംസിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. എന്തായാലും നമുക്ക് കൊച്ചു മിടുക്കിയായ ദേവികയുടെ വിശേഷം കണ്ടതിന് ശേഷം മടങ്ങിയെത്താം. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് വേങ്ങേരി സ്വദേശി ദേവികയുടെ വീട്ടിലാണ്. 8 വയസ്സ് മാത്രം പ്രായമുള്ള ഈ കൊച്ചുമിടുക്കി 400-ലധികം വൃക്ഷത്തൈകളാണ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ഇതുവരെ നട്ടുപിടിപ്പിച്ചിട്ടുള്ളത്. എന്തായാലും ദേവികയുടെ വിശേഷങ്ങൾ നമുക്ക് നേരിട്ട് തന്നെ ചോദിച്ചറിയാം. ഹലോ ദേവിക, എന്താ ചെയ്യുന്നത്? ഞാൻ ചെടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കുക. എത്ര ചെടികൾ നട്ടിട്ടുണ്ടാവും ഇപ്പൊ ഏകദേശം? ഞാൻ 447 നട്ടിട്ടുണ്ടാവും. ഏതൊക്കെ ഭാഗത്തായിട്ടാണ് നട്ടിട്ടുള്ളത്? കുറെ സ്ഥലങ്ങളിൽ നട്ടിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനുകൾ, സ്കൂളുകൾ, സർക്കാർ സ്ഥാപനങ്ങൾ, അമ്പലം, അവിടെയൊക്കെ ഞാൻ നട്ടിട്ടുണ്ട്. എത്ര ചെടികൾ ഇനി നടാനാണ് ദേവിക ഉദ്ദേശിക്കുന്നത്? 1000 വൃക്ഷത്തൈകൾ നടാനാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ 1000 കഴിഞ്ഞാലും നടും. എവിടെ നിന്നാണ് ദേവിക്ക് ഒരു ആഗ്രഹം വരുന്നത്? അത് സ്കൂളിൽ നിന്ന് എല്ലാവർക്കും വൃക്ഷത്തൈ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പം ബാക്കി വന്ന 16 വൃക്ഷത്തൈ എനിക്ക് തന്നപ്പം വീട്ടിൽ കുഴിച്ചിടാൻ സ്ഥലമില്ലായിട്ട് ഒന്ന് ഞങ്ങൾ വീട്ടിൽ കുഴിച്ചിട്ട് ബാക്കി ഞാൻ പപ്പയോട് പറഞ്ഞ് റോഡ് സൈഡിൽ കുഴിച്ചിട്ട് അങ്ങനെ തുടങ്ങിയതാ. എന്തായി തീരണം ദേവിയുടെ ആഗ്രഹം? എനിക്ക് ശോഭീന്ദ്ര മാഷെ പോലെ ആവണം ആഗ്രഹം. അന്തരിച്ച പരിസ്ഥിതി പ്രവർത്തകൻ പ്രൊഫസർ ടി ശോഭീന്ദ്രനാണ് ദേവികയുടെ ഈ പ്രയത്നത്തിന് തുടക്കമിട്ടത്. ഒരു ഇല എത്ര പ്രാണവായു നൽകും, ഒരു മരം എത്ര ഓക്സിജൻ നൽകും, 10ഓളം ഇലകൾ ഒരു തൈക്ക് നടുന്ന മാത്ര, ഒരു വർഷം വളരുമ്പോൾ 100ഓളം ഇലകൾ, വർഷങ്ങൾ കൊടിയുമ്പോൾ 1000 ഇലകൾ. വീടിന് ചുറ്റും മരങ്ങൾ വേണം, സ്കൂളിന് ചുറ്റും പ്രാണവായു വേണം. കേരളത്തിലും കർണാടകത്തിലുമുള്ള പ്രമുഖരായ 200-ൽ പരം വ്യക്തികളാണ് ദേവികയെ ആദരിച്ചിട്ടുള്ളത്. ഇതിൽ കേന്ദ്രമന്ത്രി വി മുരളീധരൻ, ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള, മന്ത്രിമാരായ മുഹമ്മദ് റിയാസ്, അഹമ്മദ് ദേവർകോവിൽ, AK ശശീന്ദ്രൻ തുടങ്ങി ദേവികയെ ആദരിച്ചവരുടെ നിര നീണ്ടുപോകുന്നു. സ്കൂളിൽ നിന്ന് കൊടുത്ത വൃക്ഷത്തൈയായിട്ട് ബന്ധപ്പെട്ട് വീട്ടിൽ വന്ന് തൈ നടാൻ സ്ഥലമില്ലാത്ത കാരണം ഒന്ന് വീട്ടിൽ നട്ടുപിടിച്ചതിന് ശേഷം ബാക്കി റോഡ് സൈഡിലേക്ക് നട്ടുപിടിപ്പിച്ചതാണ്. അങ്ങനെയാണ് ഒരു 6000 രൂപയോടുള്ള ഞങ്ങൾ എടുത്തിട്ട് വൃക്ഷത്തൈ ഞങ്ങൾ വാങ്ങിയിട്ട് നട്ടുപിടിപ്പിച്ചത്. പിന്നെ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം ഞങ്ങൾ പിന്നീട് വിത്തിനങ്ങൾ ശേഖരിച്ചതിന് ശേഷമാണ് ഞങ്ങൾ പിന്നീട് മുന്നോട്ടുള്ള യാത്ര തുടങ്ങിയത്. ഇപ്പോൾ കേരളത്തിലും കേരളത്തിന് പുറത്ത് സംസ്ഥാനങ്ങളിലും ഞങ്ങൾ ഈ കർണാടകയിൽ കഴിഞ്ഞ ദിവസം പോയപ്പോൾ അവിടെ ഞങ്ങൾ വൃക്ഷത്തെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. വൃക്ഷത്തൈകൾ നടൽ മാത്രമല്ല, പൊതുസ്ഥലങ്ങൾ വൃത്തിയാക്കലും പ്ലാസ്റ്റിക് കവറുകൾ, കുപ്പികൾ തുടങ്ങിയവ ശേഖരിച്ച് ഹരിതകർമ്മസേനയ്ക്ക് കൈമാറലും ദേവികയുടെ ഇഷ്ടവിനോദങ്ങളിൽ ഒന്നാണ്. ഹരിതകർമ്മസേനയ്ക്ക് കൊടുക്കാനുള്ള പൈസയാണ്. ഞാൻ ദിവസം അച്ഛൻ്റെ അടുത്ത് നിന്ന് 2 രൂപ വാങ്ങിയിട്ട് ഈ ബോക്സിലിടും. അത് ഹരിതകർമ്മസേന എൻ്റെ വീട്ടിൽ വേസ്റ്റ് എടുക്കാൻ വരുമ്പം അവർക്ക് ഈ പൈസ എടുത്ത് ഞാൻ കൊടുക്കും. പിന്നെ ഇത് അജൈവ മാലിന്യങ്ങൾ. ഇതിൽ ഞാൻ പ്ലാസ്റ്റിക് കവറിടും, പേപ്പർ തുണ്ടുകളിടും, പ്ലാസ്റ്റിക് കുപ്പിയിടും, പിന്നെ പൊട്ടി ചില്ലുകളിടും. പിന്നെ ഞങ്ങൾ വീട്ടിൽ പ്ലാസ്റ്റിക് കവറുകൾ ഉപയോഗിക്കാറില്ല. അച്ചെടുത്ത് തരുന്ന തുണിസഞ്ചി ഉപയോഗിക്കാറുള്ളൂ. പിന്നെ ഇതെനിക്ക് നിറവ് പവേട്ടെ എനിക്ക് സമ്മാനമായിട്ട് തന്നതാണ്. ഇതിൽ ജൈവ മാലിന്യങ്ങളാണ്. ഞങ്ങൾ വീട്ടിലെ ആവശ്യത്തിന് ഭാഗമായി ഫുഡേ വെക്കാറുള്ളൂ. ബാക്കി വരുന്ന കുറച്ച് ഫുഡ് ഞങ്ങളെ 1ാമത്തെ വെപ്പിലിടും. ഇത് നിറഞ്ഞു കഴിഞ്ഞാൽ 2ാമത്തേലേക്ക് ഇടും. അപ്പോൾ 1ാമത്തത് വളമായി മാറും. അത് ഞങ്ങൾ ചെടിക്കും മഴയ്ക്കൊക്കെ ഉപയോഗിക്കും.
നാട്ടിലെ പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകനായ വേങ്ങേരി ബാബുവിൽ നിന്നാണ് കരിയില കമ്പോസ്റ്റ് ആശയത്തിലേക്ക് ദേവിക എത്തിയത്. എൻ്റെ പറമ്പിൽ വെക്കുന്ന എല്ലാ ഇലകളും ഞാൻ ഈ പെട്ടിയിലിടും. ഇതൊരു മഴയും വെയിലും കൊണ്ട് കഴിഞ്ഞാൽ ഇത് പൊടിയായി മാറും. അത് നിങ്ങൾ ചെടിക്കും വഴയ്ക്കുമൊക്കെ ഉപയോഗിക്കും. ഇതിനെല്ലാം എനിക്ക് പ്രചോദനം നൽകിയിരിക്കുന്നത് നിറവ് ബാബുമാമനാണ്. ജില്ലയിലെ മിക്ക പോലീസ് സ്റ്റേഷനുകളിലും സ്കൂളുകളിലും ആരാധനാലയങ്ങളിലും ദേവിക ചെടികൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ആഴ്ചയിൽ ഒരു തവണ ഈ ഇടങ്ങൾ സന്ദർശിച്ച് ചെടികളുടെ പരിപാലനത്തിലും ശ്രദ്ധ പുലർത്തുന്നുണ്ട് ദേവിക. അങ്ങനെ തന്റെ ശ്രമങ്ങൾ പാഴാവുന്നില്ലെന്ന് ഉറപ്പാക്കുക കൂടി ചെയ്യുന്നുണ്ട് ഈ കൊച്ചുമിടുക്കി. നാടിനു ചുറ്റും മരങ്ങൾ വേണം, വൃക്ഷനിബിഡമാം വനങ്ങൾ വേണം. വനങ്ങൾ നമുക്ക് മഴയേകുന്നു ഉറവകളും കുടിവെള്ളമായി നനവെള്ളമായി. മരങ്ങൾ നമുക്ക്. ക്യാമറമാൻ ബിജു എം സായിയോടൊപ്പം ആനന്ദ് പുതൂർ, ജനം.